സ്ഥാനാർത്ഥിയായിട്ടുള്ള MR ബൈജുവിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ റോഡ് ഷോയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഷാഫിക്ക, കേരളം മുഴുവൻ ഓടുകയാണ്. കേരളം മുഴുവൻ ഓടുന്നുണ്ട്. ഓടുന്നിടങ്ങളിലെല്ലാം ജനം ഞങ്ങളുടെ കൂടെയുണ്ട്. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് യഥാർത്ഥത്തിൽ നയിക്കുകയാണ്. ഈ ബൈക്കുമായിട്ട് വരുന്നവര് ഞങ്ങളുടെ ആളുകളാണ്, UDF പ്രവർത്തകരാ. പക്ഷേ യാത്രക്കാരോ വഴിയരികിൽ നിൽക്കുന്ന ആളുകളോ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ഇതിനെ ആശീർവദിക്കുന്ന അഭിവാദ്യം ചെയ്യുന്ന ആളുകളോ, അപ്പൊ അതൊരു മെസ്സേജാണ്. ദ റിയൽ ഇലക്ഷൻ സ്റ്റോറി ഓൺ ദ ഗ്രൗണ്ട് അത് ഞങ്ങൾക്ക് ഫേവറബിൾ ആണ്, UDFന് അനുകൂലമാണ്. ഇത്തവണ കാട്ടാക്കട മണ്ഡലത്തിലും ഒരു യുവ മുഖത്തെയാണ് ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു സ്ഥാനാർത്ഥിയെ കാട്ടാക്കട മണ്ഡലം ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും ഒരു 10 വർഷമായി കാണും. പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നടന്നില്ല. ഇപ്രാവശ്യം ഇവിടുത്തെ എല്ലാവരും ആഗ്രഹിച്ചതാ. MR ബൈജു എന്ന് പറഞ്ഞാൽ ആ സ്പ്ലെൻഡർ എടുത്തിട്ട് ഇതിൽ കൂടെ നിന്ന് ഇറങ്ങിയ അതൊരാൾക്കൂട്ടമായി മാറുന്ന തരത്തിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ള, അത്ര ജനകീയനായിട്ടുള്ള ഒരു സാധാരണക്കാരൻ. തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു ഹൈലൈറ്റ് ആണ് MR ബൈജു. കാട്ടാക്കട ഉറപ്പായിട്ട് ഞങ്ങൾ തിരിച്ചു പിടിക്കും. അതുപോലെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഷാഫി നേരിട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ പേരാമ്പ്രയിൽ വീണ്ടും ഒരു വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുകയാണ്. അതിലെന്താണ് ഒരു പ്രതികരണം? അല്ല, നേരിട്ടത് ഞാനാണ്. പക്ഷെ അന്വേഷിച്ചപ്പോൾ ചെന്നെത്തിയത് DYFI നേതാവിലാണ്. ഒരു കാരണവശാലും CPM ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആ സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദം. കാഫിറും കൗമും ഒക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിലെ വാക്കുകളാക്കി മാറ്റുന്നത് കേരളത്തിൽ BJP അല്ല CPM ആണ് എന്നുള്ളതാണ് ഖേദകരം. CPM ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ പോലീസ് അന്വേഷണം കാഫിറിൽ, അത് DYFI നേതാവ് റിബേഷിൽ ചെന്ന് നിന്നു. അവിടുന്ന് ഫർദർ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. എന്താ കാരണം, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പോലീസിന് പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്താലും ഭരണത്തിലുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇത് ഒരാളുടെ ടങ് സ്ലിപ്പ് അല്ല, പ്രസംഗത്തിൽ അറിയാതെ വന്നുപോയൊരു വാചകമല്ല, എഴുതി കൊടുത്ത് റെക്കോർഡിംഗ് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ അത് പാർട്ടി അറിയാതെ നടക്കുമോ? നടക്കില്ല. പിന്നെ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ചൂടായിട്ട് കാര്യമുണ്ടോ?